ജൂൺ മാസം 5-ാം തീയതി ലോക പരിസ്ഥിതി ദിനമായിട്ട് ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുകയാണ്. 1972 പ്രഖ്യാപനത്തിലാണ്, മീറ്റിങ്ങിലാണ് ഐക്യരാഷ്ട്ര സംഘടന ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം, വേൾഡ് എൻവയൺമെൻറ്റ് ഡേ ആയിട്ട് പ്രഖ്യാപിച്ചത്. 23 മുതൽ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. 2024 പരിസ്ഥിതി ദിനാഘോഷം സൗദി അറേബ്യയിൽ വെച്ചാണ് നടക്കുക. അവിടെ അവർ പറഞ്ഞിരിക്കുന്ന അതിൻ്റെ സ്ലോഗൻ തന്നെ നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി എന്നുള്ളതാണ്. നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി എന്ന് പറയുന്നതിലൂടെ അവർ വിഭാവന ചെയ്തത് ഭൂമിയുടെ ക്ഷമത വീണ്ടെടുക്കുക, മരുഭൂമി വൽക്കരണത്തിന് തടയിടുക, വരൾച്ചയെ അകറ്റി നിർത്തുക എന്നിങ്ങനെ 3 കാര്യങ്ങളാണ് അതിനകത്ത് പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത്. ഇൻഫാം എന്ന് പറയുന്ന കർഷക സംഘടനയും ഈ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് ഇൻഫാം അംഗങ്ങളുടെ കുടുംബങ്ങളിലെല്ലാം ഗ്രാമതലത്തിലും ദേശീയ തലത്തിൽ, സംസ്ഥാന തലത്തിൽ, താലൂക്ക് തലത്തിലെല്ലാം ഈ പരിസ്ഥിതി ദിനം വളരെ കാര്യമായിട്ടും വിപുലമായിട്ടും ആഘോഷിക്കുകയാണ്. കാരണം ഏറ്റവും നല്ല പരിസ്ഥിതി സംരക്ഷകരെന്ന് പറയുന്നത് കർഷകരാണ്. ഇപ്പോൾ ഇൻഫാം എന്ന ദേശീയ സംഘടന അതിൻ്റെ ഭാഗമായി ദേശീയ തലത്തിൽ തന്നെ ആവിഷ്കരിച്ചിരിക്കുന്ന പരിസ്ഥിതി ദിനത്തിൻ്റെ ആഘോഷത്തിൻ്റെ വിവരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഈ അവസരം വിനിയോഗിക്കുക. 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഞങ്ങളിത് ഇതിലൂടെ ചെയ്യുക. 1, അഗ്രോ ഫോറസ്ട്രി, കാർഷിക വനവൽക്കരണം, വൃക്ഷോത്സവ് 2024 എന്ന പേരിലൂടെ ഏതാണ്ട് 1 ലക്ഷത്തിൽ പരം കൃഷി തൈകൾ, കാർഷിക വനവൽക്കരണത്തിന് യോഗ്യമായ തൈകൾ വിതരണം ചെയ്യുക. കൊക്കോ തൈയുണ്ട്, റോബസ്റ്റ കാപ്പി തൈയുണ്ട്, പിന്നെ റോയ്സ് കോഫിയുണ്ട്, കശുമാവ് തൈയുണ്ട്. ഇങ്ങനെയുള്ള തൈകൾ കർഷകരുടെ കയ്യിൽ എത്തിക്കുക എന്നാണ് ആദ്യത്തെ പദ്ധതി. നാളെ ഈ തൈകളുടെ ഫ്ലാഗ് ഓഫ് രാവിലെ നടക്കുന്നതാണ്. എല്ലാ ഭവനങ്ങളും, ഇൻഫാമിൻ്റെ അംഗങ്ങളുടെ എല്ലാ വീടുകളും വൃത്തിയാക്കിയിട്ട് ഓരോ ഭവനത്തിലും തൈ നട്ട് ഭൂമിയെ സംരക്ഷിക്കുന്നതിനാവശ്യമായ ഒരു നടപടി. രണ്ടാമതായിട്ട് ഈ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആവശ്യകതയും അതിൽ നമ്മുടെ റോളും എന്താണ് എന്ന് കർഷകരെ ബോധ്യപ്പെടുത്തുന്ന സെമിനാർ നടത്തുന്നു. അത് വിവിധ കാർഷിക ജില്ലകളുടെ അടിസ്ഥാനത്തിലും കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലയിലെ 12 താലൂക്കുകളിലുമായിട്ടാണ് നടത്തപ്പെടുക. മൂന്നാമതായിട്ട് നടത്തപ്പെടുന്നത് ഒരു സിഗ്നേച്ചർ ക്യാമ്പയിനാണ്. മനുഷ്യനും ഭൂമിയുടെ പരിസ്ഥിതിയുടെ ഭാഗമാണ്. അതുകൊണ്ട് മനുഷ്യ കേന്ദ്രീകൃതമായി പരിസ്ഥിതി സംരക്ഷണം പുനർനിർവചിക്കണം എന്ന ഒരാശയമാണ് അതിലൂടെ ഞങ്ങൾ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുക. നമുക്കറിയാം, ഈ അടുത്ത കാലഘട്ടത്തിൽ മനുഷ്യനേക്കാൾ മൂല്യം വന്യജീവികൾക്ക് നൽകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. ശരിക്കും മനുഷ്യ കേന്ദ്രീകൃതമായി തന്നെ പരിസ്ഥിതി സംരക്ഷണം പുനർനിർവചിക്കപ്പെടണം എന്നുള്ളതാണ് അതിനകത്തൂടെ നമ്മൾ ആവശ്യപ്പെടുന്നത്. 4ാമതായിട്ടൊരു പ്രോഗ്രാം ആഗോള താപനത്തിനെതിരെ ഒരു ബോധവൽക്കരണ പരിപാടി നടത്തുക എന്നുള്ളതാണ്. ആഗോള താപനത്തിൻ്റെ വർധനവ് ആവാസ വ്യവസ്ഥയിൽ വലിയ വ്യത്യാസം വരുത്തുന്നു. നമ്മുടെ ഭൂമിയിലെ ടെമ്പറേച്ചർ കൂടുന്നു, ചൂട് കൂടുന്നു. അതുകൊണ്ട് എല്ലാ ഇൻഫാം കുടുംബങ്ങളിലും
5-ാം തീയതി വൈകുന്നേരം 7 മണി മുതൽ 7:05 വരെ ലൈറ്റ് അണച്ചുകൊണ്ട്, വിളക്കണച്ചുകൊണ്ട് വിളക്കണയ്ക്കൂ വിശ്വം കാക്കൂ എന്നുള്ള ഒരു മെസ്സേജ് ആളുകളിൽ എത്തിക്കാനായിട്ടാണ് ശ്രമിക്കുക. ഇപ്പോൾ തന്നെ ഇതിനുള്ള സംവിധാനങ്ങളെല്ലാം ക്രമീകൃതമായിട്ടുണ്ട്. താലൂക്ക് തലങ്ങളിലും ഓരോ കാർഷിക ജില്ലാ തലങ്ങളിലും ഒക്കെ ഇതിനുള്ള സമ്മേളനങ്ങൾക്കുള്ള പരിപാടികൾ അവർ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. കർഷകരെല്ലാം ഒന്നിച്ചു ചേർന്ന് വളരെ കാര്യമായിട്ട് ഈ പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച്, പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള പദ്ധതികൾ നടപ്പിലാക്കാനും ആ പ്രോഗ്രാം ഭംഗിയാക്കാനുമുള്ള ശ്രമത്തിലാണ്. അതിലൂടെ പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യവും ഇൻഫാമിനുണ്ട്.